ഹായ് ഹലോ നമസ്തേ കഫ്ലൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ? ട്രെയിലർ വന്നിട്ടില്ലേ മറ്റേ ശിവാർത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ SK. സിനിമയുടെ പേരെന്തിനാണ്? മദ്രാസി. അപ്പൊ AR മുരുകദാസാണ് ഡയറക്ഷൻ, അനിരുദ്ധാണ് മ്യൂസിക്. കാണാം. അപ്പൊ നമുക്ക് ട്രെയിലർ അല്ലേ അത്? ടൈറ്റിൽ ടീസർ. ശ്രീലക്ഷ്മി മ്യൂസിക്. കൊള്ളാല്ലേ? ഈ പാറ് ഇത്രേ ഉള്ളു. അണ്ണൻ ചെയ്യാൻ പറ്റിയ വേഷമാണ്. ബിജു മേനോനുണ്ട് പടത്തില്, അതുപോലെ തുപ്പാക്കിയുടെ വില്ലുണ്ട്. അണ്ണൻ ചെയ്യാൻ പറ്റിയ വേഷമാണ്. ഏതാണ്? എടാ തളപതി. സോറി അപ്പൊ തലപതി നമ്മള് ഗോഡില് കണ്ടാണ് തുപ്പാക്കി കൈമാറിയത്. അതിനുശേഷം തുപ്പാക്കി പിടിങ്ങ ശിവ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ശിവകാർത്തികനാണ് മൊത്തത്തില് തലപതിയുടെ ഒരു എന്താണ് ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യണത്. അപ്പം തലപതി ഉണ്ടായിരുന്നെങ്കിൽ പടത്തില് അന്നൊരു ഇതിന് പറഞ്ഞായിരുന്നു തളപതി വെച്ച് അടുത്തൊരു പടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ AR മുരുകദാസിന്റെ നമ്മള് തലപതിയായിട്ടുള്ള ഹിസ്റ്ററി പരിശോധിക്കുന്നത് തന്നെ തുപ്പാക്കി, കത്തി, എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കത്തി. ഇതെല്ലാം പിന്നെ അതുപോലെ തന്നെ സൂര്യ ഫാൻസ്, ഏഴാം അറിവ് എല്ലാം ഐക്കോണിക്. ദർബാർ എല്ലാം എന്തായാലും എല്ലാ പടങ്ങളും പുള്ളിയുടെ ഒരു ഐക്കോണിക് സ്റ്റൈലുണ്ട്. അപ്പൊ ഈ പടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ട്രെയിലർ കട്ട് ചെയ്തേക്കുന്ന അടിപൊളിയായിട്ടാണ്. ആദ്യം തന്നെ ഇൻഡസ്ട്രി തന്നെ താങ്ങി നിർത്തുന്നത് അനിരുദ്ധാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് ബിജു മേനോനുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് റോളാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പടത്തിൽ നല്ലൊരു ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ് അല്ലേ? ടൈറ്റിൽ അനൗൺസ്മെന്റിൽ നമ്മളൊരു ബിജു മേനോന്റെ ഒരു പോർഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ തുപ്പാക്കിയുടെ വില്ലുണ്ട്. തുപ്പാക്കിയുടെ വില്ലുണ്ട്. എക്സ്പെക്ടേഷൻ വെക്കാം. എന്തായാലും എക്സ്പെക്ടേഷൻ വെക്കാം. പിന്നെ എന്താണ് സത്യം പറഞ്ഞാൽ ഇത് ഈ ക്യാരക്ടറിൽ നമുക്ക് വിജയിനെ ശിവകാർത്തികൻ എന്തായാലും നന്നായിട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എന്താണ് പുള്ളി ഒരു ഗ്രോത്ത്, ഒരു നെഗറ്റീവ് ഷെയ്ഡ് കണ്ടിട്ടില്ലേ? നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. അതുപോലെ മറ്റേ നമ്മളെ മറ്റേ തല ഇങ്ങനെ ആക്കി മാവീര സെറ്റപ്പ്. ഇപ്പൊ വിജയ് ആയിരുന്നെങ്കിൽ പടത്തിൽ ഇങ്ങനെ പ്രതീക്ഷിക്കും. ഒരു പൊങ്കലിന് അല്ലെങ്കിൽ ദീപാവലിക്ക് എന്താണ് എക്സ്പെക്ടേഷൻ കൂടി ഇരിക്കുന്ന സമയമാണ്. അപ്പം ഇതുപോലെ വല്ല റയർ ആയിട്ടാണ് ഇപ്പൊ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് തന്നെ പറഞ്ഞത്. അപ്പൊ അതിന്റെ വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല. ശിവകാർത്തികന്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് നല്ല രീതിയിൽ. തീർച്ചയായിട്ടും ടാലന്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ശിവകാർത്തികൻ. ഹോപ്പ്ഫുള്ളി തലപതിനെ പോലൊരു വലിയ നിലയിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. ഇനി പുള്ളി കൂടെ തലപതിയാവും എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അടിപൊളി. അപ്പൊ ഇന്നത്തേക്ക് മതി. ഓക്കെ. അപ്പൊ ഇനി ഇത്തരത്തിലുള്ള സിനിമാ വിശേഷങ്ങൾ അറിയി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അൻറ്റിൽ ദെൻ ലൈക്ക്. ബൈ.